ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, നിങ്ങളുടെ വീട്ടിൽ ഞാനീ പറയുന്ന ഒരു വസ്തു ഞാനീ പറയുന്ന രീതിയിൽ വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ വീട്ടിലേക്ക് മഹാലക്ഷ്മി ഒരു കുട്ടിയെപ്പോലെ കടന്നു വരും എന്ന് മാത്രമല്ല, വന്നാലോട്ട് പോകത്തുമില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം മഹാലക്ഷ്മി പോകത്തില്ല എന്ന് പറഞ്ഞാൽ സമ്പത്ത് നിലനിൽക്കും, വർദ്ധിച്ചു വരുമെന്നർത്ഥം. മഹാലക്ഷ്മി വരുമെന്ന് വെച്ചാൽ സമ്പത്ത് വരുമെന്ന് അതിൻ്റെ അർത്ഥം. അപ്പം മഹാലക്ഷ്മിയെ ആകർഷിക്കാനുള്ള ഒരു വിദ്യയാണ് പറഞ്ഞു തരുന്നത്. ഇത് ഏതൊരാൾക്കും ചെയ്യാം, ചെറിയ ലളിതമായ ഒരു കാര്യമാണ്. മാത്രമല്ല, ഈ വീഡിയോയിൽ മഹാലക്ഷ്മിയെ ആകർഷിക്കാനുള്ള കുറേ അതീവ രഹസ്യമായ, ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന ചില ഈ മുദ്രകൾ കൊണ്ടുള്ള ചില വിദ്യകൾ കാണിച്ചു തരുന്നുണ്ട്. ഇതൊക്കെ അവസാനം വരെ കാണണം. ഈ വീട്ടിൽ വെക്കേണ്ട ഒരു വസ്തു എങ്ങനെ വെക്കണം എന്ന് പറഞ്ഞു തരുന്നുണ്ട്. മഹാലക്ഷ്മി വീട്ടിലേക്ക് വരും, വന്നു കഴിഞ്ഞാൽ അവിടെ പോകത്തുമില്ല. അതിനൊരു കാര്യം ചെയ്യണം. പിന്നെ 2 മുദ്രകൾ കാണിച്ചു തരുന്നുണ്ട്. അത് മഹാലക്ഷ്മിയെ ആകർഷിച്ച് വരുത്താനും ജീവിതത്തിൽ സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകാനുള്ള കാര്യങ്ങളാണ്. പിന്നെ മഹാലക്ഷ്മിയുടെ ചില രഹസ്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ശ്രീം എന്ന മന്ത്രത്തിന്റെ ആഴത്തിലിറങ്ങി ചില രഹസ്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഇതൊന്നും കാണാതെ എന്നോട് പിന്നെയും വാട്സപ്പിൽ സാറേ കടവ എന്നൊന്നും പറയുന്നത് ശരിയാണോ നിങ്ങൾ തന്നെ ചിന്തിക്കണം. ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് കാണാൻ ശ്രമിക്കണം. കണ്ടിട്ട് നിങ്ങൾക്കത് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യണം. അതോടൊപ്പം നമ്മുടെ പ്രയത്നവും കൂടെ ചെയ്യണം. ഇന്ന് ചെയ്തവർക്കെല്ലാം സമ്പത്ത് ഒരിക്കലും ഒഴിഞ്ഞിട്ടില്ല. നമ്മുടെ തന്നെ വീഡിയോ കാണാൻ എത്രയോ വലിയ കോടീശ്വരന്മാരും ലക്ഷാധിപന്മാരും ഒക്കെ ഉണ്ട്, സാധാരണക്കാരുണ്ട്, സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ശരിയായിട്ട് കാര്യങ്ങൾ ചെയ്തവരൊന്നും സമ്പത്ത് ഒഴിയത്തില്ല എന്നുള്ളതാണ്. എത്രയോ ആളുകളുണ്ട്, ഒരുപാട് ആളുകൾ. അതായത് നമ്മുടെ വീഡിയോ കണ്ട് പല കാര്യങ്ങളും ചെയ്ത് ഒരുപാട് റിച്ചായ വ്യക്തികളുണ്ട്. അത് നിങ്ങൾ കേട്ടാൽ ഞെട്ടുന്ന അത്ര രീതിയിലുള്ള സാമ്പത്തിക ഉയർച്ച ഉണ്ടായവരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്. ഇതൊക്കെ ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഈ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയ പല കാര്യങ്ങളും ഇപ്പം പലരും കാണുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് നിങ്ങളുടെ വരേണ്ട ആ ഒരു ഐശ്വര്യങ്ങൾ തന്നെയാണെന്ന് ഓർത്തുകൊള്ളുക. നിങ്ങൾ ഇങ്ങനെയുള്ള അറിവുകൾ കാണാതെ പോകുന്നത് കൊണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രമിക്കുക. എന്നാൽ ഞാൻ പറയുന്നുള്ളൂ, കാണാൻ ശ്രമിക്കുക. ഇത് വേറെ ആരും ഇതുപോലെ നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല, വേറെ ഒരിടത്തും കിട്ടത്തുമില്ല. കാരണം അതുപോലുള്ള കാര്യങ്ങൾ കേൾക്കുന്നവനും ബുദ്ധിയുള്ളവനും മനസ്സിലാകും. ഇത് വേറെ ഒരിടത്തും കിട്ടത്തില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ്, നല്ല കാര്യങ്ങളാണ്. അപ്പം അത് കാണാൻ ശ്രമിക്കുക. എനിക്ക് അത്രേ പറയാനൊക്കത്തുള്ളൂ. പിന്നെല്ലാം അവനവൻ്റെ ഇഷ്ടം പോലെ. എല്ലാവരും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരികയാണ്. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യ, ജ്യോതിഷ, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, വിശകലനം ചെയ്യാൻ താല്പര്യമുണ്ട്, വാട്സപ്പിൽ ഇടുക. ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, പറ്റുന്നവർക്ക്. കാരണം ഒരുപാട് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുക. റിപ്ലൈ തരും. എന്നിട്ട് ചെയ്യുന്ന രീതി പറയും. ഞാൻ നല്ല കാര്യം മാത്രമേ പറയത്തുള്ളൂ. അത് കേട്ടിട്ട് പിന്നെ നമ്മൾ വഴിപാട് ചെയ്യുന്ന ഇന്ന് ചെയ്ത നാളെ മാറ്റം വരുമെന്നല്ല, ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. പിന്നെ നമ്മുടെ പ്രയത്നം കൂടെ അതിൻ്റെ അകത്ത് വേണ്ടി വരും. ഇങ്ങനെയുള്ള സത്യസന്ധമായ കാര്യം ഞാൻ പറയാറുള്ളൂ. അത് ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട്. ആ ചെയ്യുന്ന രീതി പറയും, കേട്ടിട്ട് ആവശ്യമുണ്ടോ ചെയ്യാനല്ലേ, ചെയ്യാതിരിക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ, ഒരു പരിഹാരം അറിയണമെന്നുണ്ടെങ്കിൽ, നല്ല കാര്യത്തിന് കേട്ടോ, വാട്സപ്പിൽ ചുരുക്കി ഒരു ചെറിയ വോയിസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്നെ ശ്രദ്ധയപ്പെട്ട എനിക്കറിയാവുന്ന എല്ലാവരും പറഞ്ഞുതരാം. അതിന് ഫീസൊന്നുമില്ല കേട്ടോ. എല്ലാം പറയുന്ന ആത്മാർത്ഥമായിട്ടേ പറയത്തുള്ളൂ, നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ. ഇനി വീഡിയോയിലേക്ക് വരികയാണ്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നർപ്പവി. ഞാനീ പറയുന്ന ഒരു വസ്തു നിങ്ങളുടെ വീട്ടിൽ വെച്ച് ഞാനീ പറയുന്ന രീതിയിൽ ചെയ്താൽ മഹാലക്ഷ്മി നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു കുട്ടിയെപ്പോലെ നിങ്ങളുടെ വീട്ടിലേക്ക് വരും, വീട്ടിൽ നിന്നിട്ട് പോകത്തുമില്ല. അതാണ് ആ വിദ്യ. ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല, പെരിയവര് പറഞ്ഞിട്ടുള്ള ഒരു രഹസ്യമാണ്. പെരിയവർ പറഞ്ഞിട്ടുള്ള ഒരു രഹസ്യമാണ് ഈ പറഞ്ഞത്. പെരിയവർ എന്ന് പറഞ്ഞാൽ കാഞ്ചി മഹാസിദ്ധൻ, അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു വിദ്യയാണ്. അപ്പം അത് ലോക നന്മയ്ക്ക് വേണ്ടി ഞാൻ മനസ്സിലാക്കിയ കാര്യം ഒരു സ്വാർത്ഥതയില്ലാതെ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. നിങ്ങളുടെയൊക്കെ ജീവിതത്തിലെ കടങ്ങളും ഒക്കെ മാറാനും നല്ല സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാനും വേണ്ടി മാത്രമാണ്. അല്ലാതെ എൻ്റെ മനസ്സ് വേറെ ചിന്തയില്ല, ലോക നന്മയ്ക്ക് വേണ്ടിയാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പം മഹാലക്ഷ്മിയെ ആകർഷിക്കാൻ വേണ്ടി, അല്ലെ മഹാലക്ഷ്മി നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ വേണ്ടി നിങ്ങൾ പിന്നെ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ചുമ്മാ ഒരു കാര്യം ചെയ്താൽ ഒന്നും ഫലം കിട്ടത്തില്ല. മഹാലക്ഷ്മിയുടെ ഒരു ഫോട്ടോ നിങ്ങളുടെ വീട്ടിൽ വെക്കുക. അത് നിങ്ങൾക്കൊക്കെ അറിയാം. ആ ഫോട്ടോയ്ക്ക് മുന്നിൽ നിങ്ങളൊരു ഗ്ലാസ് വെക്കണം. മുന്നിൽ വെക്കണ്ട, ഒരു ഗ്ലാസ് അല്പം
ഒരു ചെറിയ നമ്മൾ കടയിലൊക്കെ മേടിക്കാൻ ചെറുതാൻ ഒരു ഗ്ലാസ് ഒരു ഫോട്ടോ ഇത്രയാണ് വേണ്ടത്. ചെയ്യേണ്ട രീതി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫോട്ടോ എന്ന് പറയാൻ നിൽക്കുന്ന ഫോട്ടോ പാടില്ല, മഹാലക്ഷ്മി ഇരിക്കുന്ന ഫോട്ടോ വേണം. നിൽക്കുന്ന ഫോട്ടോ ഉള്ളിടത്ത് മഹാലക്ഷ്മി സ്ഥിരമായിട്ട് നിൽക്കത്തില്ല. മഹാലക്ഷ്മി ഐശ്വര്യം അവിടെ നിന്ന് പോകുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു രഹസ്യം. മഹാലക്ഷ്മി ഇരിക്കുന്ന കമലത്തിൽ, ഈ താമരയിൽ ഇരിക്കുന്ന ഫോട്ടോ, കയ്യിൽ കുടം പിടിച്ച് അതിൻ്റെ അതൊന്ന് പണം വരുന്ന ഫോട്ടോ, അത്തരം ഫോട്ടോയാണ് ഏറ്റവും നല്ലതാണ് മഹാലക്ഷ്മി ഇരിക്കുന്നത്. ആ ഫോട്ടോയുടെ മുന്നിൽ നിങ്ങൾ രാവിലെ ഒരു ഗ്ലാസ്സിനകത്ത് അല്പം ചെറുതാൻ ഒഴിക്കുക, പേരിന് മതി. ചെറുതാൻ ഒഴിച്ചിട്ട് നിങ്ങൾ ആ ഗ്ലാസ് ഫോട്ടോയുടെ നേരെ പിടിച്ച് ഞാനീ പറയുന്ന രഹസ്യ മന്ത്രം വാഗൊണ്ട് ജപിക്കണം. ഓം ഹ്രീം ശ്രീം ലക്ഷ്മീഭ്യോ നമഃ. ഇത് ഞാൻ വീഡിയോയുടെ താഴെ എഴുതിയിട്ട് തരാം, അതോട് നോക്കിയിട്ട് ജപിക്കുക കേട്ടോ. ഓം ഹ്രീം ശ്രീം ലക്ഷ്മീഭ്യോ നമഃ. ഇത് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടുന്നുണ്ട്, അതോടെ നോക്കിയിട്ടേ ജപിക്കാവുള്ളൂ. ഇതാര് പറഞ്ഞതാണ്? പെരിയവർ, കാഞ്ചി മഹാൻ എന്ന് പറഞ്ഞ മഹാസിദ്ധൻ പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം ശിവൻ തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു മന്ത്രമാണ്. അവിടെ ഇത് നിങ്ങൾ ഗ്ലാസ്സിനകത്ത് അല്പം ചെറുതാൻ പേരിന് മതി, ഒരു തുള്ളി മതി ഒഴിച്ചിട്ട് ആ ഗ്ലാസ് മഹാലക്ഷ്മിയുടെ ഫോട്ടോയുടെ നേരെ പിടിച്ച് ഈ മന്ത്രം വാഗൊണ്ട് ജപിക്കണം. ഒരു തവണ ജപിച്ചാലും മതി. എന്നിട്ട് മഹാലക്ഷ്മിയോട്, അമ്മേ എനിക്ക് സമ്പത്തും ഐശ്വര്യവും എല്ലാം നൽകണേ, അമ്മയുടെ പാദങ്ങളിൽ എല്ലാം സമർപ്പിക്കുന്നു, അമ്മയ്ക്ക് കോടി കോടി നന്ദി മഹത്വം എന്ന് പറയുക. എന്നിട്ട് നിങ്ങളൊരു കസേര ഇരുന്നുകൊണ്ട് ചെയ്യണം. കസേര ഇരുന്നുകൊണ്ടോ വല്ലതും മതി. അത് മഹാലക്ഷ്മിയുടെ ഫോട്ടോയുടെ മുന്നിൽ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് എവിടെ ഇരുന്ന് വേണേലും ചെയ്യാം. കസേര ഇരുന്ന് കിഴക്കോട്ടിരുന്ന് ചെയ്താൽ മതി. ഇത്രയും മഹാലക്ഷ്മിയുടെ ഫോട്ടോയുടെ മുന്നിൽ ഇത്രയും ചെയ്താൽ മതി. ബാക്കി പറയുന്ന കാര്യം കസേര ഇരുന്ന് കിഴക്കോട്ടിരുന്ന് എവിടെ വേണേലും ചെയ്യാം. കിഴക്കോട്ടിരുന്ന് എങ്ങനെ ചെയ്യണമെന്നറിയോ? ഇത് കണ്ടോ, ഇത് കമലമുദ്ര എന്ന് പറയുന്നത്. ഈ രണ്ട് ഭാഗങ്ങളെ ഇങ്ങനെ ചേർത്ത് പിടിക്കണം. എന്നിട്ട് വിരലുകൾ ഇതിനെ ഇങ്ങനെ വിടർത്തണം. നെഞ്ചിന്റെ ഭാഗത്ത് പിടിച്ചിട്ട് നെഞ്ചിനുള്ളിൽ മഹാലക്ഷ്മിയെ സങ്കല്പിച്ച് ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഇങ്ങനെ വിരലുകൾ വിടർത്തുക. ഓം ഹ്രീം ശ്രീം ലക്ഷ്മിഭ്യോ നമഃ എന്ന് വാഗൊണ്ട് ജപിക്കുക. വീണ്ടും ഈ മന്ത്രം മനസ്സ് ജപിച്ചുകൊണ്ട് താമര വിടർത്തുക. കണ്ണടച്ചുകൊണ്ട് വേണം ചെയ്യാൻ. മഹാലക്ഷ്മിയെ ഹൃദയത്തിൽ സങ്കല്പിച്ച് ഇത് ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയോ ഹൃദയത്തിന് നേരെ പിടിക്കുകയോ ചെയ്യുക. ഇതുവരെ തൊട്ട് പിടിക്കണ്ട, ഹൃദയത്തിന്റെ മുന്നിൽ പിടിക്കുക. ഇങ്ങനെ അല്പനേരം പിന്നെ ഒരു ചിന്തയില്ലാതെ മഹാലക്ഷ്മിയെ ഹൃദയത്തിൽ സങ്കല്പിച്ചിരിക്കുക. മനസ്സിലായാല്? ഈ വിദ്യ ഒരു 1/2 മിനിറ്റ് അല്ല 1 മിനിറ്റ് ചെയ്യുക. ഇതിന് പത്മമുദ്ര എന്ന് പറയുന്നത്. ഈ മുദ്രയുടെ രഹസ്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രപഞ്ചത്തിലെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ആ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് ആകർഷിച്ചു വരുത്തും. മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കേട്ടോ. മാത്രമല്ല കടങ്ങൾ മാറാന്, പണം വരാനെ, വർദ്ധിച്ചു വരാനെ, നിലനിൽക്കാനെല്ലാം ഉപകരിക്കും. ഹൃദയചക്രം പോസിറ്റീവ് ആകും. ഹൃദയചക്രം പോസിറ്റീവ് ആകുമ്പോഴാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുന്നത്. നിങ്ങൾ എന്താഗ്രഹിച്ചാലും ഹൃദയചക്രം ആക്റ്റീവ് ആയാലും അത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടും. മാത്രമല്ല സന്തോഷം, നന്ദി, ഇത് എപ്പോഴും ഈ ഹൃദയചക്രം ആക്റ്റീവായിട്ട് ആകുമ്പോൾ ഉണ്ടായി വരും. നമുക്ക് എല്ലാത്തിനും സന്തോഷം, എല്ലാത്തിനോടും നന്ദി. ഈ സന്തോഷവും നന്ദിയും മനസ്സിലുള്ളവർക്കാണ് മഹാലക്ഷ്മി എപ്പോഴും കൂടെ കാണും, ഒരിക്കലും വിട്ടുപോകത്തില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? വലിയ വലിയ ബിസിനസ്സുകാരെയൊക്കെ നോക്കിയോ, അവര് സ്റ്റാഫിനോടൊക്കെ വളരെ സന്തോഷത്തോടെയാണ് സംസാരിക്കുന്നത്. അവരെല്ലാവരോടും നന്ദിയും പറയും. ഈ സന്തോഷവും നന്ദിയും ഉള്ളവരുടെ കൂടെ എപ്പോഴും മഹാലക്ഷ്മി കാണും. അപ്പൊ ഈ കമലമുദ്ര ചെയ്യുമ്പോൾ ഉള്ളിൽ ഹൃദയചക്രം ആക്റ്റീവായിട്ടായിട്ട് സന്തോഷവും നന്ദിയും നമുക്ക് എല്ലാത്തിനോടും ഉണ്ടായി വരും. മാത്രമല്ല സമ്പത്തിനെ ആകർഷിക്കും. പിന്നെ എത്ര കഷ്ടപ്പാടുകൾ ഉള്ളവരാണേലും അവർ വലിയ സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് ഈ കമലമുദ്ര ചെയ്യുന്നവർ എത്തിച്ചേരും. അതൊരു രഹസ്യമാണ്. കാരണം ഈ കമലമുദ്ര എന്ന് വെച്ചാൽ, കമലം എന്ന് വെച്ചാൽ താമര, അത് ചെളിയിലാണ് വളരുന്നത്. പക്ഷേ ചെളിയിൽ വളരുന്നുണ്ടെങ്കിലും അത് ആ വെള്ളത്തിൽ നിന്ന് ഉയർന്ന് വേർപെട്ടാണ് വിരിയുന്നത്. ചെളിയിലാണേലും ആ ചെളിയുടെ യാതൊന്നും അതിനെ ബാധിക്കുന്നില്ല. അത് ചെളിയിലിന്റെ മുകളിലെ ചെളിയിൽ നിന്ന് വേർപെട്ട് ഒരു തണ്ടി നിന്നാണ് വിരിയുന്നത് എന്ന് പറഞ്ഞ പോലെ എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വേർപെട്ട് നല്ലൊരു സാമ്പത്തികത്തിലേക്ക് ഏത് സാഹചര്യത്തിലും വരാൻ ഈ കമലമുദ്ര ചെയ്യുന്നവർക്ക് സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഈ താമര മുദ്രയ്ക്ക് പ്രത്യേകതയുണ്ട് കേട്ടോ. ഏത് കഷ്ടപ്പാടിലും വെച്ചാൽ ഏത് ചെളിയിലും ഏത് കഷ്ടപ്പാടിൽ നിന്നും ഉയർന്നു വരാൻ പറ്റും എന്നുള്ളതാണ് കമലമുദ്ര ചെയ്തു കഴിഞ്ഞാൽ. അപ്പം ഇത്
ഇത് സമ്പത്തുണ്ടാകുക മാത്രമല്ല പണത്തെ ആകർഷിക്കും. എന്നിട്ട് ഒരു ദിവസം ചെയ്ത് പിറ്റേ ദിവസം പണം വരുമെന്നല്ല, നിത്യേന രാവിലെയും വൈകിട്ടും ചെയ്യാം. അപ്പൊ ഇത് കിഴക്കോട്ട് തിരിഞ്ഞൊന്ന് ചെയ്താൽ മതി. ഇരുന്നുകൊണ്ട് കസേര ഇരുന്നുകൊണ്ട് ചെയ്താൽ മതി. മഹാലക്ഷ്മിയുടെ ഫോട്ടോയുടെ മുന്നിൽ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, മാറിയിരുന്നൊക്കെ ചെയ്യാം. അപ്പം രാവിലെ മാത്രമേ ചെറുതേൻ ഗ്ലാസ്സിനകത്ത് ഒഴിച്ചുള്ള വിദ്യ ചെയ്യാവുള്ളൂ. അതെല്ലാ ദിവസവും രാവിലെ ചെയ്യുക. എന്നിട്ട് അത് മഹാലക്ഷ്മിയെ കാണിച്ച് ആ മന്ത്രം ജപിച്ചിട്ട് അത് കഴുകി മാറ്റി വെക്കാം കേട്ടോ, അതിനൊന്നും കുഴപ്പമില്ല, വൃത്തിയാക്കി വെക്കാം. അത് രാവിലെ മാത്രം ചെയ്യുക. കമലമുദ്ര രാവിലെയും വൈകിട്ടും ചെയ്യാം. ഇനിയും വൈകിട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ രാവിലെ ചെയ്യുന്നതാണ് നല്ലത്. കമലമുദ്ര രാവിലെ മാത്രം ചെയ്താലും മതി കേട്ടോ, അതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. രാവിലെ ചെയ്താൽ മതി കമലമുദ്രയും. ഇതിങ്ങനെ നിത്യേന ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി വരും. ഹൃദയചക്രം ആക്ടിവേറ്റ് ആകും. മാത്രമല്ല സമ്പത്തിൻ്റെ, അഭിവൃദ്ധിയുടെ ഒക്കെ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടായി വരും. മാത്രമല്ല നിങ്ങളുടെ സമ്പത്ത് വരുന്നതോടൊപ്പം ബന്ധങ്ങളും, കുടുംബ ബന്ധങ്ങളായിക്കോട്ടെ, സഹോദരങ്ങളുള്ള ബന്ധങ്ങളായിക്കോട്ടെ, എല്ലാ റിലേഷൻസും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ശ്രദ്ധിച്ച് കേൾക്കണം. സമ്പത്ത് വരുന്നതോടൊപ്പം നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരുമായിട്ടുള്ള ബന്ധമായിക്കോട്ടെ, നിങ്ങളുടെ ബന്ധുക്കളുമായിട്ടുള്ള ബന്ധമായിക്കോട്ടെ, എല്ലാവരുമായിട്ടുള്ള ബന്ധങ്ങൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നല്ല റിലേഷൻസ് ഉണ്ടായി വരും. സമ്പത്ത് ഇഷ്ടം പോലെ വരും. നിങ്ങളൊരു ആപത്തിലും പോയി ചാടത്തില്ല. സമ്പത്തെ, ഐശ്വര്യം, ഉയർച്ച ഒക്കെ ഉണ്ടായി വരും. ഇത്രയും രഹസ്യമായ കാര്യങ്ങൾ പറയുമ്പം അതൊന്നും ആരും കാണത്തില്ല. എന്നിട്ട് എന്നോട് പറയും, സാറേ ഞങ്ങളെല്ലാ വീഡിയോയും കാണുന്നുണ്ടെന്ന് പറയും. എന്നോട് എന്തിനാ കള്ളത്തരം പറയാം? എന്നോട് കള്ളത്തരം പറഞ്ഞുകൊണ്ട് വല്ല നിങ്ങൾക്ക് കിട്ടുമോ? എല്ലാ വീഡിയോയും കാണുന്നുണ്ട് സാറേ, പറയരുത് ഒരിക്കലും. കാരണം എനിക്കറിയാം പലരും കാണുന്നില്ല, വീഡിയോ കാണത്തില്ല. എന്നിട്ടൊരു ബുദ്ധിമുട്ട് വരുമ്പം എന്നോട് ചോദിക്കുക അതെന്നാ ഇതെന്നാന്ന്. ഇതുപോലുള്ള രഹസ്യങ്ങൾ പറഞ്ഞാലൊന്നും ആരും കാണുന്നില്ല. ഇത് ആരും പറഞ്ഞു തരത്തില്ല. ആവശ്യമുള്ളവർ അത് പ്രയോജനപ്പെടുത്തിക്കോണം കേട്ടോ. വീഡിയോ കണ്ട് അത് പ്രയോജനപ്പെടുത്തിക്കോണം. പണ്ട് ഒരു രാജാവ് ഒരു ആളുകളുടെ സത്യസന്ധത പരീക്ഷിക്കാൻ വേണ്ടി വലിയൊരു പാത്രം, ആളുകളെക്കാട്ടിയും പൊക്കമുള്ള ഒരു ആളുകളുടെ ഏകദേശം, അതായത് പാത്രത്തിനകം കാണാത്ത രീതിയിലുള്ള പൊക്കം, ആളുകളുടെ ഏകദേശം മുക്കാൽ ഭാഗം എന്ന് വെച്ചാൽ നോക്കിയാൽ അറിയത്തില്ല, അതിൽ ഈ പൊക്കമുള്ള ഒരു പാത്രം. ആ പാത്രത്തിലേക്ക് ഈ പാല് ഒഴിക്കാൻ ഗ്രാമീണരോട് പറഞ്ഞു. അപ്പോഴേ ഈ ഒഴിക്കാനുള്ള സജ്ജീകരണവും അവിടെ വെച്ചിട്ടുണ്ട്, പക്ഷെ അകം കാണാൻ പറ്റത്തില്ല, വലിയ പാത്രമാണ്. ഇപ്പോഴത്തേന് ഗ്രാമീണർ ആദ്യം ഉള്ളവരൊക്കെ കുറച്ച് പാൽ ഒഴിച്ചു, പിന്നുള്ളവർ വിചാരിച്ച് എടാ ഈ പാത്രത്തിനകം എന്താണേലും കാണത്തില്ല. അപ്പൊ അവർക്ക് കാണാൻ പറ്റത്തില്ല, അവർക്ക് ഒഴിക്കുന്നവർക്ക് കാണാൻ പറ്റത്തില്ല. അപ്പൊ അവർ വിചാരിച്ചടാ എല്ലാവരും പാലായിരിക്കും ഒഴിക്കുന്നത്, ഇതിൻ്റെ അത് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് ആരറിയാനാ. അങ്ങനെ മുക്കാൽ ഭാഗം അപ്പോൾ ഒരുപാട് ആളുകൾ ആദ്യം ഒഴിച്ചവർ മാത്രം ഇച്ചിരി പാൽ ഒഴിച്ചു, പിന്നെ എല്ലാം വെള്ളമാവുന്നത്. രാജാവ് നോക്കിയ മുഴുവൻ വെള്ളമാണ്, പാല് അങ്ങനെ അതിൻ്റെ അകത്തില്ല എന്ന് പറഞ്ഞ പോലെ എല്ലാവരും പറയും, വീഡിയോ എല്ലാവരും കാണുന്നതാ, ഇന്ന വിദ്യ ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തുമില്ല, അവർ കാണുന്നുമില്ല എന്നുള്ളതാണ് സത്യം. ഞാനൊരു ഇത് പറഞ്ഞതേ ഉള്ളൂ. ഇനിയും കുബേരമുദ്ര എന്ന് പറഞ്ഞൊരു മുദ്ര കാണിച്ചു തരുന്നുണ്ട്. ഇതും സമ്പത്തും ഐശ്വര്യവും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകാനുള്ള മുദ്രയാണ്. ഈ രണ്ട് വിരലുകൾ ഇങ്ങനെ ചേർത്ത് പിടിക്കുക, ചൂണ്ടുവിരലും മോതിരവിരലും, അതേൽ ഇങ്ങനെ പെരുവിരൽ പിടിക്കുക. എന്നിട്ട് ഈ രണ്ട് വിരലുകൾ ഇങ്ങനെ ചോട്ടി പിടിക്കുക. ഇങ്ങനെ ഈ രണ്ട് കൈകളും കണ്ടല്ലോ, രണ്ട് കൈകളും ഇങ്ങനെ പിടിച്ച് മഹാലക്ഷ്മിയുടെ മന്ത്രം ജപിക്കാം. ഓം ഹ്രീം ശ്രീം ലക്ഷ്മിഭ്യോ നമഃ. ആ മന്ത്രം ജപിച്ച് സമ്പത്ത് ഐശ്വര്യം ആവശ്യപ്പെടുക. രാവിലെ ചെയ്യാം, രാവിലെ ചെയ്താൽ മതി. 1 മിനിറ്റോ 1/2 മിനിറ്റോ ചെയ്യാം. ഈ കുബേരമുദ്രയും കൂടെ ചെയ്താൽ വളരെ നല്ലതായിരിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ വലിയ ഐശ്വര്യങ്ങൾ കടന്നു വരും, അഭിവൃദ്ധി ഉണ്ടാകും, ജീവിതം നല്ല നിലയിൽ മാറുമെന്നുള്ളതാണ്. ഇനി മഹാലക്ഷ്മി ആകർഷിക്കാൻ ചില രഹസ്യങ്ങളുണ്ട്. മഹാലക്ഷ്മി കാണുന്ന ചില കാര്യങ്ങളുള്ളത് മഹാലക്ഷ്മി കാണും. താമരപ്പൂവ് നമുക്ക് എപ്പോഴും വീട്ടിൽ കൊണ്ടുവെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ മഹാലക്ഷ്മിയെ ധ്യാനിക്കുമ്പോൾ താമരപ്പൂവിൽ ഇരിക്കുന്നതായിട്ട് സങ്കല്പിച്ചാൽ മതി. പിന്നെ ഈ കൂവളം വീട്ടിൽ വളർത്തുന്നത് നല്ലതാണ്. വളർത്തുന്നതല്ല, കൂവളം വീട്ടിൽ നമ്മൾ കുഴിച്ചു വെച്ച് പിന്നെ നല്ല ഐശ്വര്യമാണ്. കൂവളം എവിടെ വെക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞാൻ പഴയ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, അത് ആവശ്യമുള്ളവർ കാണുക. ഇനി പറ്റുന്നവർ ചെയ്യുക, അല്ലെ പറ്റാത്തവർ ചെയ്യണമെന്നില്ല. നമ്മൾ കൂവളത്തുമാല ശിവക്ഷേത്രത്തിൽ കൊടുത്താലും മതി, മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകും. അത് വെള്ളിയാഴ്ച രാവിലെ കൊടുക്കണം കേട്ടോ. വെള്ളിയാഴ്ച രാവിലെ ഒരു 6-നും 7-നും ഇടയ്ക്ക് കൊടുക്കണം, മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകും. ഈ മന്ത്രം ജപിച്ച് വെച്ചാൽ മതി. ഇപ്പം പറഞ്ഞ മന്ത്രം ഓം ഹ്രീം ശ്രീം ലക്ഷ്മിഭ്യോ നമഃ. കാരണം വെള്ളിയാഴ്ച രാവിലെ ശുക്രഹോരയിൽ രാവിലെ ഒരു ഏകദേശം 6-നും 7-നും ഇടയ്ക്ക് ഈ മന്ത്രം ജപിച്ച് കൂവളത്തും മാല
മഹാലക്ഷ്മി ശിവനട വെച്ചാൽ മതി, പ്രാർത്ഥിച്ച് സമ്പത്ത് ആവശ്യപ്പെട്ട് സമ്പത്ത് വരും. എല്ലാവരുടെയും വീട്ടിൽ കൂവളം വെക്കാനോ കൂവളം വളർത്താനൊന്നും കൂവളം വെക്കാനോ ഒന്നും പറ്റിയെന്ന് വരത്തില്ലല്ലോ. അപ്പം അത് കുഴപ്പമില്ല. പിന്നെ ഇത് ഉപ്പ് കല്ലുപ്പ് ഉണ്ടോ, കല്ലുപ്പുള്ളിടത്ത് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാവും. ഇത് ഇത് കല്ലുപ്പാണ്, ഉണ്ടോ കല്ലുപ്പ്. ഇത് ഈ മന്ത്രം ജപിച്ച് നിങ്ങളുടെ എവിടാന്ന് വെച്ചാൽ ഓഫീസിൽ അവിടെ ഇവിടെയൊക്കെ വെക്കുന്നത് നല്ലതാണ്. പിന്നെ മഞ്ഞൾപ്പൊടി മന്ത്രം ജപിച്ച് ഇതുപോലെ ഒരു ഡപ്പിക്കകത്തിട്ട് അടച്ച് ഓഫീസിൽ അവിടെയൊക്കെ വെക്കുന്നത് നിത്യേന അത് രാവിലെ ഒന്ന് കൈ പിടിച്ച് മന്ത്രം ജപിക്കുന്നത് നല്ലതാണ്. അത് ഈ മന്ത്രം ജപിക്കുക. അല്ലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വേറെ മന്ത്രങ്ങൾ, ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ, ആ മന്ത്രം മഞ്ഞപ്പൊടി പിടിച്ച് ജപിച്ചാലും മതി. അല്ലെ ഈ മന്ത്രമാണെങ്കിലും ജപിക്കാം. പിന്നെ മഹാലക്ഷ്മി ഉള്ളത് തേന് ഉള്ളിടത്ത് മഹാലക്ഷ്മി കാണും. അപ്പൊ തേന്റെ വിദ്യ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ സത്യം, നമ്മളൊരു ഒരു ഒരു നന്മ ഉണ്ടായിരിക്കണം നമുക്ക്. ശുചിത്വം, വൃത്തി, അതായത് നമ്മൾ മഹാലക്ഷ്മിയുടെ മന്ത്രം ജപിക്കുമ്പോൾ രാവിലെ ഈ തലേദിവസം ഇട്ട വസ്ത്രം ഇട്ടുകൊണ്ട് ജപിക്കരുത്. വേറെ വസ്ത്രം, അലക്കിയ വസ്ത്രം ഇട്ടുകൊണ്ട് ജപിക്കാവുള്ളൂ, പെട്ടെന്ന് ഫലം ലഭിക്കും. ശരീരശുദ്ധി, മനഃശുദ്ധി, വസ്ത്രശുദ്ധി, കേട്ടോ, ഇത് മൂന്നും വേണം. പിന്നെ അല്ലാതെ നമ്മൾ ഫലം കിട്ടുന്നില്ലെന്ന് പറഞ്ഞൊരു കാര്യമില്ല. ചെയ്യേണ്ട രീതി ചെയ്യാത്തതുകൊണ്ടാണ് ഫലം കിട്ടാത്തത്. ശരീരശുദ്ധി, മനഃശുദ്ധി, വസ്ത്രശുദ്ധി, അതായത് നമ്മൾ തലേദിവസം ഇട്ട് കിടന്നുറങ്ങിയ വസ്ത്രം ഉടുത്തുകൊണ്ട് മഹാലക്ഷ്മിയുടെ മന്ത്രം ജപിക്കരുത്. രാവിലെ വേറെ വസ്ത്രം ഉടുക്കണം, അലക്കിയ വസ്ത്രം ഉടുക്കണം, കേട്ടോ. പിന്നെ ദേഷ്യം കഴിവതും ഒഴിവാക്കണം. ദേഷ്യം ഉള്ളവരുടെ അടുത്ത് മഹാലക്ഷ്മി അങ്ങനെ നിലനിൽക്കത്തില്ല. ദേഷ്യം, കോപം അത് പാടില്ല, കഴിവതും ഒഴിവാക്കുക. അപ്പം മഹാലക്ഷ്മി, അതുകൊണ്ടാണ് പറഞ്ഞ നന്ദി, സ്നേഹം, ഇതൊക്കെ മനസ്സിൽ എല്ലാത്തിനോടും നന്ദി പറയുക. അപ്പം മഹാലക്ഷ്മി എപ്പോഴും നിങ്ങളുടെ കൂടെ നിൽക്കും. നന്ദിയും സ്നേഹവും. പിന്നെ മറ്റുള്ളവരെ സഹായിക്കുന്ന, അതുപോലെ സ്ത്രീകളെ ബഹുമാനിക്കുക. ഇപ്പൊ സ്ത്രീകൾക്കും സ്ത്രീകളെ ബഹുമാനിക്കാം, പുരുഷന്മാർക്കും സ്ത്രീകളെ ബഹുമാനിക്കാം. മനസ്സിലായി? സ്ത്രീകളും മറ്റു സ്ത്രീകളെ ബഹുമാനിക്കണം. പുരുഷന്മാർക്ക് സ്ത്രീകളെ ബഹുമാനിക്കാം. ചിലർ സ്ത്രീകളെ ബഹുമാനിക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും പുരുഷന്മാരുടെ മാത്രം കാര്യമാണ് പറയുന്നത്. അല്ല, സ്ത്രീകൾക്കും മറ്റു സ്ത്രീകളെ ബഹുമാനിക്കണം, പുരുഷന്മാരും സ്ത്രീകളെ ബഹുമാനിക്കണം. ഇത് ചെയ്യുമ്പോൾ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകും എന്നുള്ളതാണ്. ഞാൻ ഈ ശ്രീം എന്ന മന്ത്രത്തിന്റെ ചില രഹസ്യങ്ങൾ പറഞ്ഞു തരികയാണ്. നിങ്ങൾ അറിവിന് വേണ്ടി പറയുന്നതേ ഉള്ളൂ, കേട്ടോ, ഒരു അറിവിന് വേണ്ടി പറയുന്നേ ഉള്ളൂ. ഇപ്പം ശ്രീം എന്ന് പറഞ്ഞ ബീജം, കണ്ടോ, അതൊരു ബീജമാണ് ശ്രീം. ആ ബീജത്തിനകത്ത് അനന്തമായ ശക്തിയാണ്, മഹാലക്ഷ്മിയുടെ ബീജമാണ്. അപ്പൊ ശ്രീം ഉച്ചരിക്കുമ്പോൾ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകും. ആ ശ്രീം എന്ന അക്ഷരത്തിനുള്ളിലെ ശക്തികളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ശ്രീം എന്ന് പറഞ്ഞ അക്ഷരം ഈ നാല് ശക്തികൾ ചേർന്നതാണ്. ശ, ര, ഈ, മ, അല്ല, ഈ 4 ശക്തികൾ ചേർന്നതാണ്. ശ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാലക്ഷ്മിയുടെ ശക്തി. ര എന്ന് പറഞ്ഞാൽ അഗ്നിയുടെ ശക്തിയും സമ്പത്തും. ഈ എന്ന് വെച്ചാൽ മായാശക്തി. മ എന്ന് വെച്ചാൽ ബിന്ദുവാണ്. ബിന്ദു അതായത് നാദബ്രഹ്മം, പ്രപഞ്ചത്തിന്റെ ശക്തിയാണ്. ഈ 4 ശക്തികളും ഈ ശ്രീമിനകത്തുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ശ്രീം ജപിക്കുമ്പോൾ അതുകൊണ്ടാണ് നമ്മളുടെ ആ പ്രപഞ്ചത്തിൽ നിന്നുള്ള സമ്പത്തിന്റെ, ഐശ്വര്യത്തിന്റെ ആ ഒരു എനർജി നമ്മളിലേക്ക് വരും. അപ്പൊ ആ ശ്രീമിനകത്ത് ഇങ്ങനെ 4 ശക്തികളുണ്ട്, കേട്ടോ. അത് മനസ്സിലാക്കി നിങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സർവ്വ ഐശ്വര്യങ്ങൾ വരും, നിങ്ങളെ വിട്ടു പോകത്തുമില്ല. ഒരു ബീജം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു വിത്ത്, ഇപ്പം ഒരു മാങ്ങാണ്ടി, അതിൽ നിന്നൊരു മാവ് തന്നെ ഉണ്ടായി വരും. അപ്പൊ ആ വിത്തിനുള്ളിൽ ആ വൃക്ഷമുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ ശ്രീം എന്ന് പറഞ്ഞ ഈ അക്ഷരത്തിനുള്ളിൽ ഈ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ഈ 4 ശക്തികൾ അടങ്ങിയിട്ടുണ്ട്. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ മനസ്സിലാക്കി നിങ്ങൾ ജപിച്ചാൽ, ആ ഒരൊറ്റ ശ്രീം എന്നുള്ള അക്ഷരം മനസ്സിലാക്കി നിങ്ങൾ ഇങ്ങനെ ജപിച്ചാൽ, ഈ ഹ്രീം ശ്രീം, അതിൻ്റെ അകത്ത് ശ്രീം ഉണ്ടല്ലോ, ഓം ഹ്രീം ശ്രീം ലക്ഷ്മീഭ്യോ നമഃ എന്ന്. അപ്പൊ അതിൻ്റെ അകത്ത് ആ ശ്രീമിന്റെ ശക്തി നിങ്ങൾ മനസ്സിലാക്കി ജപിച്ചാൽ ഈ പ്രപഞ്ചത്തില് നിങ്ങളിലേക്ക് എപ്പോഴും സമ്പത്തും ഐശ്വര്യവും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ആകർഷിച്ചുകൊണ്ടേയിരിക്കും. മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ നമുക്ക് സമ്പത്ത് ഉണ്ടാകുക മാത്രമല്ല, വർദ്ധിച്ചു വരും, നിലനിൽക്കും. നമുക്ക് നല്ല രീതിയിൽ അനുഭവിക്കാനും പറ്റും. നല്ല രീതിയിലുള്ള സമ്പത്തുമായിരിക്കും. അതാണ് മഹാലക്ഷ്മിയുടെ സമ്പത്ത് കൊണ്ടുണ്ടാകുന്ന ഗുണം. അല്ലാതെ നമുക്ക് സമ്പത്ത് ഉണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് അനുഭവിക്കാനുള്ള യോഗമില്ല, അതുകൊണ്ട് നമുക്ക് പ്രയോജനപ്പെടുന്നില്ല കാര്യമില്ല. പക്ഷെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്ന സമ്പത്ത് നമുക്ക് അനുഭവിക്കാനും നാൾക്ക് നാൾ വർദ്ധിച്ചു വരാനും അത് എല്ലാം നമുക്ക് ഉപകാരപ്പെടുമെന്നുള്ളതാണ്, ഏറ്റവും ഐശ്വര്യപ്രദമാണെന്നുള്ളതാണ്, കേട്ടോ. അപ്പൊ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ഓം നർപ്പവി നർപ്പവി നർപ്പവി.